രാജീവ് ചന്ദ്രശേഖരൻ മുൻ CPM MLA രാജേന്ദ്രനെ പിടിച്ചുകൊണ്ടുപോയി. അതിൻ്റെ പിന്നിൽ വലിയ തന്ത്രമുണ്ട് എന്ന് കുറേശ്ശെ വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാജേന്ദ്രനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കലല്ല പ്രശ്നം. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ എന്നത് അപ്പാടെ BJPയിൽ എത്തിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്ത്രം. അതിന് ഇപ്പോൾ രാജേന്ദ്രന് കൊടുത്തിരിക്കുന്ന ചുമതല അവിടെ ഒരു മൾട്ടി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുക എന്നുള്ളതാണ്. BJP ഇന്ത്യയിലെമ്പാടും ആരംഭിച്ച തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിലെ തന്നെ കോപ്പറേറ്റീവ് സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന സംവിധാനം. ആ സംവിധാനത്തിലൂടെ പണം പമ്പ് ചെയ്യുകയും അത് തോട്ടം തൊഴിലാളികൾക്ക് ഇടയ്ക്ക് കുറേശ്ശെ കയറ്റി കൊടുക്കുകയും തോട്ടം തൊഴിലാളികളുടെ ഒരു സംഘടിത സഹകരണ സംവിധാനമുണ്ടാക്കുകയും അത് BJPയുടെ സംവിധാനമായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ രാജേന്ദ്രനെ അടിത്തട്ടാക്കി മാറ്റി, അല്ലെങ്കിൽ രാജേന്ദ്രനിൽ കല്ല് വെച്ചുകൊണ്ട് അവിടെ കൊട്ടാരം പണിയാനായിട്ട് BJP തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിലുള്ള ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ല അത്. അതിശക്തമായിട്ടുള്ള രീതിയിൽ CPMനെ പൊളിക്കാൻ വേണ്ടി നടത്തുന്നതായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ കല്ലിടൽ കർമ്മമാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLA BJPയിലേക്ക് എത്തിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ നിർവഹിച്ചിരിക്കുന്നത്. ഇത് CPM മനസ്സിലാക്കി വരുമ്പോഴേക്കും മിക്കവാറും CPMൻ്റെ കുറതി മണികളെങ്കിലും രാജേന്ദ്രൻ്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കുറച്ച് നാളുകളായിട്ട് അവിടെ MLA ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്രന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ വഴി ഓരോ ദിവസവും ഓരോരോ ആളുകളെയും പിടിച്ച് മൾട്ടി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കണ്ണിയാക്കി മാറ്റുമ്പോൾ പിന്നീട് അത് പൊളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള BJPയുടെ ഒരു നെറ്റ്വർക്കായിട്ട് മാറിത്തീരും എന്നുള്ളതാണ്. അവിടെയാണ് BJP വിജയിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനായിട്ട് CPMന് തൽക്കാലം ഇപ്പോൾ കഴിയുന്നില്ല, ഇനിയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല സ്ഥലങ്ങളിലും ഈ മൾട്ടി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് BJPയുടെ ഒരു വജ്രായുധമായി മാറുകയാണ് ചെയ്യുന്നത്.